കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കാൻ കസ്റ്റംസ് അനുമതി നൽകി. ആകെ 41 കണ്ടെയ്നറുകളാണ് കൊല്ലത്തെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. ഇന്നലെ ശക്തികുളങ്ങരയിലെ കണ്ടെയ്നറുകൾ ക്രെയിൻ മാർഗം കരയിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നും പ്രവർത്തനങ്ങൾ തുടരും. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഇന്ന് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുക? വീണ, ഇന്നലെ 2 കണ്ടെയ്നറുകൾ ഈ അതായത് ഈ കടൽ തീരത്ത് നിന്നും കരയിലേക്ക് വലിച്ച് വച്ചിട്ടുണ്ട്. അതായത് ക്രെയിൻ ഉപയോഗിച്ചാണ് ഇങ്ങോട്ടേക്ക് വലിച്ചു മാറ്റിയത്. ഇനി ബാക്കിയുള്ള കണ്ടെയ്നറുകൾ ആ കടലിൽ അങ്ങനെ കരയോട് അടിഞ്ഞു കിടക്കുകയാണ്. അത് കരയിലേക്ക് വലിച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആ കണ്ടെയ്നറുകളിൽ കയറിട്ട ശേഷം ക്രെയിനിലേക്ക് അത് കണക്ട് ചെയ്ത് അത് ലിഫ്റ്റ് ചെയ്ത് നീക്കാനാണ് ഈ ശ്രമം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ കപ്പൽ കമ്പനി നിയോഗിച്ചിരുന്ന ആളുകളൊക്കെ എത്തിയിരുന്നു. അതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ ടീം അംഗങ്ങളും NDRFിൻ്റെ ടീം അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇവിടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നത്. ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട് കസ്റ്റംസിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പൊളിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രവർത്തനങ്ങളാണ് ഇനിയുള്ളത്. അതായത് ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ കരയിലേക്ക് വച്ച ശേഷം ഗ്യാസ് കട്ടർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കടൽ മാർഗം കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഇന്നലെ തന്നെ കപ്പൽ കമ്പനി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയതാണ്. അതായത് ഈ കടൽ പ്രക്ഷുബ്ധമാണ്. ഈ സമയത്ത് വേലിയിറക്ക സമയത്ത് മാത്രമേ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഈ സമീപത്തുള്ള കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കണ്ടെയ്നറാണ് കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നത്. അതിലെ ബുദ്ധിമുട്ടും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ കരമാർഗം കൊണ്ടുപോകാമെന്ന് വെച്ചാൽ റോഡിൻ്റെ വീതി കുറവ് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവുമായിട്ടൊക്കെ ചർച്ച ചെയ്തു, കസ്റ്റംസിൻ്റെ അനുമതി തേടി. ഇനി എന്തായാലും ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ കരയോട് അടുപ്പിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് പോകും. എന്തായാലും ആ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ടീം അംഗങ്ങളും NDRFിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. പോലീസ് ഇവിടെ ജനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാവർക്കുള്ള നിർദ്ദേശം ഈ കണ്ടെയ്നറുകൾക്ക് അടുത്തോട്ട്, അതായത് വന്നടിയുന്ന കണ്ടെയ്നറുകൾക്ക് അടുത്തോട്ട് ജനങ്ങളാരും പോകാൻ പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം ബീച്ചിന് സമീപത്തേക്കൊക്കെ അടിഞ്ഞിരുന്ന കണ്ടെയ്നറുകൾ അതിലേക്ക് ആളുകൾ പോയി എന്നും അതോടൊപ്പം തന്നെ ഈ തടികൾ ഒഴുകി വന്നപ്പോൾ അതെടുത്ത് മാറ്റുന്ന ഒരു കാര്യമുണ്ടായി എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പോലീസ് അവിടെ എത്തി പിന്നീട് ആ നാട്ടുകാരെ കൊണ്ട് തന്നെ ആ തടികൾ തിരിച്ച് അവിടെ വയ്പ്പിച്ചു. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല മേഖലകളിലായിട്ടാണ് ഈ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നത്. അപ്പോൾ അതിൽ നിന്നും വരുന്ന വസ്തുക്കൾ എടുക്കുവാൻ വേണ്ടി ജനങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായും ജാഗ്രതാ നിർദ്ദേശം പോലീസും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുണ്ട്. പലയിടത്തും ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനോട് സമീപമുള്ള ഈ വസ്തുക്കളും അതായത് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള ഒന്നും തന്നെ ഈ കടലിൻ്റെ തീരത്ത് അവശേഷിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കപ്പൽ കമ്പനി പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള, അതായത് വാട്ടർ ലൈനിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയത്. ആ ജീവനക്കാരാണ് ഈ മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. എന്തായാലും ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ്, അത്രയും സമയം ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇത് കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ജില്ലാ ഭരണകൂടത്തെ അടക്കം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അടക്കം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും സമയം ആവശ്യമുണ്ടായിരുന്നു. അത് ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ തീരങ്ങളിലേക്കുമുള്ള കണ്ടെയ്നർ ഇത്തരത്തിൽ മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി. മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലത്ത് 41ഓളം കണ്ടെയ്നറുകളാണുള്ളത്. പക്ഷേ അത് തുറമുഖത്ത് നിന്ന് മാറ്റുന്നുള്ള നടപടികൾ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്.